Hi, hello, welcome to my YouTube channel. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി നേരെ ക്ലിനിക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റൽ ഏരിയ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈവറ്റ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അത് നമ്മുടെ ഏജൻസീൻ്റെ തന്നെ ഹോസ്റ്റലാണ്, ഫുൾ മലയാളീസ് തന്നെയാണ്. അപ്പോൾ അതേ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഫോണ് കാര്യങ്ങളൊക്കെ റീചാർജ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ട്. ഇതിലേക്ക് നമ്മൾ പൈസ ഇട്ടിട്ട് റീചാർജ് ചെയ്യാണ് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ബസ്സൊക്കെ കയറി ക്ലിനിക്കിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ ക്ലിനിക്കിലേക്ക്. അപ്പോൾ ഞാൻ അതാ ക്ലിനിക്കിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്ന് ക്ലിനിക്കത്തെ കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. ഇന്ന് രാവിലെ തന്നെ വന്നതാണ്. ആക്ച്വലി ഇപ്പോൾ നമുക്ക് ലീവാണ്. ഒരു സെമ്മ് കഴിഞ്ഞാണ്ട് ഒരു സെം ബ്രേക്ക് കുറച്ച് ദിവസം ഉണ്ട്. അതിന് നമുക്ക് അടുത്ത സെമ്മ് തുടങ്ങും, അതായത് 4th സെമ്മ് തുടങ്ങും. അപ്പോൾ അതാ ക്ലിനിക്കിൽ വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ ക്ലിനിക് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഏരിയ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ 8th ബിൽഡിംഗ് ആണ്. ഇതാണ് കേട്ടോ നമ്മുടെ 8th ബിൽഡിംഗ് വരുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് ഇയറിൽ ആക്ച്വലി നമുക്ക് സർജറി ഒക്കെ ഉണ്ടായിരുന്നു. ക്ലിനിക്കൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സർജറി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർജറി ഒക്കെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലബോറട്ടറി കേട്ടോ. ഇവിടെയാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളത്. പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. മനുഷ്യനെ ധൈര്യം കണ്ടോ വരാന്. അങ്ങനെ ഇതാ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതാ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഗഫൂർഗുലം വരെയും ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ബറൂണിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ബറൂണിയിൽ വന്നാൽ നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ലൂക്കാണ് കേട്ടോ. അപ്പോൾ ലൂക്ക് തന്നെ ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് നമ്മൾ ലൂക്കിലേക്ക് പോവാണ്. വീഡിയോ എടുക്കുന്നതിനോട് തന്നെ ആസിൽ എനിക്ക് വഴിയൊക്കെ ഒരുക്കി തരുന്നുണ്ട്. ഇതൊക്കെയാണ് വ്ളോഗ് ചെയ്യുന്നതിന് കുറച്ച് ഗുണങ്ങൾ. അങ്ങനെ ഇതാ നമ്മൾ ലൂക്കിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിട്ടോ. അപ്പോൾ താഷ്കണ്ടിലൊരു മെയിൻ സിറ്റി എന്ന് പറഞ്ഞാൽ അതിവിടെയാണ് കേട്ടോ. അത് ബറൂണിയാണ്. അപ്പോൾ ബറൂണിയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഗഫൂർഗുലം കൂടെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ടാക്സി ആയിക്കോട്ടെ അതേപോലെ ബസ് ആയിക്കോട്ടെ എല്ലാം നമുക്കൊരു ആപ്പുകൾ ത്രൂ ആക്സസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് NBU, നാഷണൽ ബാങ്ക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ ആദ്യം ഈ മെഷീനിൽ നിന്ന് ടോക്കൺ എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ബിൻസിതിൽ ഞാൻ ക്യാമറ ഓണാണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. അങ്ങനെ ബാങ്കത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിട്ടോ.
ക്യാമറ തുറന്നുമ്പോ ക്യാരക്ടർ സ്വിച്ച് ഇതൊക്കെയാണ് ട്രാൻസിഷൻ. ബസ് കാർഡില് പൈസ ഉണ്ട് വേണ്ട ഏതോ ആക്ടിങ് ബസ് കാർഡില് കാർഡിൽ എങ്ങനെ പൈസ ഇടാം? കൈയുണ്ട്. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ, നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ. വീണ്ടും മിഷൻ ഡബിൾ ചെക്ക് ചെയ്യാണ് ക്യാമറ ഓൺ ആണോ അല്ലയോ എന്നിട്ട് വേണം ക്യാരക്ടർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണേ. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അറിയാം. എന്നാലും നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ, എന്തൊക്കെ സജഷൻസ് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. പിന്നെ എന്തൊക്കെ വീഡിയോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.